നമ്മൾ വളരെ സന്തോഷമുള്ള ഒരു വാർത്ത പറയാനാണ് നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചത്. കേരളത്തിലെ ജനങ്ങൾക്കും KSRTC ജീവനക്കാർക്കും മാധ്യമങ്ങൾക്കും ഏറ്റവും സന്തോഷമുള്ള വാർത്തയാണ്. KSRTC ജീവനക്കാർക്ക് ഇന്ന് മുതൽ ശമ്പളം 1-ാം തീയതി കൊടുക്കാൻ തുടങ്ങിയാണ്. ഇന്നിപ്പോൾ ഒന്നല്ല, ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി അവരുടെ ശമ്പളം അവരുടെ അക്കൗണ്ടുകളിലേക്ക് മാറും. ഈ നിമിഷം മുതൽ ഏത് നിമിഷവും അക്കൗണ്ടിലേക്ക് പൈസ വരും. ഇനി മേലിൽ എല്ലാ മാസങ്ങളിലും 1-ാം തീയതി KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ഇടതുപക്ഷ മുന്നണി സർക്കാരിന് കഴിയുന്നു എന്ന അഭിമാനകരമായ വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ KSRTCക്ക് വലിയൊരു സഹായം, ഏതാണ്ട് 625 കോടി രൂപയുടെ സാമ്പത്തിക സഹായം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശക്തമായ നേതൃത്വവും പിന്തുണയും അദ്ദേഹം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി വിജയിപ്പിക്കുന്നത്. 2021 6-ാം മാസത്തെ ശമ്പളം 2021 ജൂലൈ മാസം 2-ാം തീയതി കൊടുത്തതിന് ശേഷം KSRTCക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കാനോ 1-ാം തീയതി ശമ്പളം കൊടുക്കാനോ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിൽ പ്രകടമായ മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് വലിയൊരു പരിശ്രമം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ ശക്തമായ ഒരു പിന്തുണയുടെ പുറത്തുണ്ടായ ഒരു വലിയ പരിശ്രമം, ഒരു പുതിയ പരീക്ഷണം നടത്തിക്കൊണ്ട് KSRTCക്ക് സാമ്പത്തിക ബാധ്യതയുണ്ട്. സർക്കാരിന്റെ സാമ്പത്തിക സഹായം നിലനിർത്തിക്കൊണ്ട് തന്നെ ഏതാണ്ട് 50 കോടി രൂപ സർക്കാർ ഒരു മാസം ശമ്പളത്തിനായി KSRTC നൽകുന്നുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ മാസം മുതൽ ഇനി വരുന്ന മാസങ്ങളിലെല്ലാം കൃത്യമായി 1-ാം തീയതി KSRTC ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് അവരുടെ ശമ്പളം മാറി വരും എന്ന സന്തോഷ വാർത്തയാണ് വളരെ നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ കരുത്തുറ്റ ഒരു നേതൃത്വം, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു നേതൃത്വവും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളുമാണ് ഇത് വിജയിപ്പിച്ചത്. KSRTCയുടെ വളരെ മോശമായ ഒരു കണ്ടീഷനിൽ നിന്നും KSRTCക്ക് തനിച്ച് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു. 10,000 കോടി രൂപയോളം പല ഘട്ടങ്ങളിലായി ഇടതുപക്ഷ മുന്നണി സർക്കാർ KSRTCക്ക് നൽകി. ഇപ്പോഴും ഒരു മാസം 50 കോടി രൂപ ശമ്പളമായി തരുന്നുണ്ട്. അതങ്ങനെ തന്നെ നിലനിൽക്കും. ആ സഹായത്തോടെ തന്നെ KSRTCയുടെ ചെലവ് ചുരുക്കലും KSRTCയുടെ വരുമാന വർധനവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് KSRTCക്ക് വലിയൊരു നേട്ടം, ലാഭത്തിലേക്ക് കടന്നു എന്നൊന്നും പറയില്ല, പക്ഷെ വലിയ ഒരു വ്യത്യാസം KSRTCയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ജീവനക്കാരുടെ സഹകരണം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വലിയ ഒരു 95% ജീവനക്കാരും ഈ പുതിയ പരിഷ്കാരങ്ങളോട് സഹകരിക്കുകയും അവരെ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായി ചില നേട്ടങ്ങൾ KSRTC ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ വിശദീകരിക്കാം. ആദ്യമായി ഏതാണ്ട് 79.67 കോടി രൂപയാണ് ഇന്ന് ശമ്പള ഇനത്തിൽ മാറിക്കൊടുക്കാൻ പോകുന്നത്. 80 കോടി രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ചേർന്നൊരു ഓവർ ഡ്രാഫ്റ്റ്, 100 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സർക്കാർ പണം തരുമ്പോൾ ആ പണം തിരിച്ചടയ്ക്കും. ഇതൊരു ചെറിയൊരു മാനേജ്മെന്റ് ടെക്നിക്കാണ്. സർക്കാർ പണം തരുമ്പോൾ അത് തിരിച്ചടയ്ക്കും. പിന്നെ KSRTCയുടെ മുഴുവൻ കളക്ഷനും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നൽകും. അങ്ങനെ നൽകിക്കൊണ്ട് ഈ ഓവർ ഡ്രാഫ്റ്റ് പരമാവധി കുറച്ചുപയോഗിച്ചുകൊണ്ട് ഏറ്റവും കുറച്ച് പലിശ വരത്തക്ക രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ശൈലിയായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ 90 ഇതുവരെ KSRTC ഞാൻ ഈ വർഷം മന്ത്രിയായി ചുമതല എടുത്തിട്ട് ഏതാണ്ട് 1 വർഷവും 2 മാസവുമായിട്ടുള്ളത്. ഇത് 3-ാമത്തെ മാസമാണ്. ഡിസംബറിലാണ് ഞാൻ, ജനുവരി 1-ന് തൊട്ട് മുമ്പാണ് ഞാൻ മന്ത്രിയായിട്ട് വരുന്നത്. 2023 ഇപ്പോൾ നമ്മൾ പെൻഷൻ ബെനിഫിറ്റ്, റിട്ടയർ ചെയ്ത ജീവനക്കാർക്കുള്ള പെൻഷന് വേണ്ടി പണം മാറ്റി വയ്ക്കുന്നുണ്ട്. ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം എടുത്ത ഒരു വളരെ കൃത്യമായ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ 2023 മെയ് മാസം വരെയുള്ള റിട്ടയർമെന്റ് ബെനിഫിറ്റ് നമുക്ക് നൽകാൻ കഴിഞ്ഞില്ല. എൻ്റെ മെയ് മാസം പൂർത്തിയായി എന്ന് തന്നെ പറയാം. അതുവരെ പെൻഷനായ ആൾക്കാർക്കെല്ലാം പെൻഷനറി ബെനിഫിറ്റ് കൈമാറിയിട്ടുണ്ട്. വേറെ സർവീസ് റെക്കോർഡിൽ എന്തെങ്കിലും തകരാറുകളില്ലാത്ത എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അടുത്ത ജൂൺ മാസത്തോടു കൂടി വീണ്ടും അത് കൊടുക്കുമ്പോഴേക്കും ഒരു നല്ല 2024 വരാൻ വളരെ വേഗത്തിൽ കഴിയും. കാരണം ജൂൺ മാസം ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ റിട്ടയർമെന്റ് വരുന്നത്. അപ്പൊ ആ റിട്ടയർമെന്റ് ഇപ്പൊ മെയ് മാസം 2023 മെയ് വരെ പെൻഷൻകാരുടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഒരു ജൂണിലേക്ക് കിടക്കുമ്പോഴേക്കും പിന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഒരു ദിവസം ഏതാണ്ട് എത്ര കോടി മാറ്റി പെൻഷന് വേണ്ടി, ഒരു പ്രത്യേക അക്കൗണ്ടിൽ വരുമാനത്തിന്റെ 5% നമ്മൾ എല്ലാ ദിവസവും മാറ്റിവെക്കുകയാണ്. അത് കൃത്യമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഒരു സീനിയോറിറ്റി ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നീതിപൂർവമായി ഒരാളെയും മറികടക്കാതെ കൃത്യമായി കൊടുക്കുന്നതുകൊണ്ടാണ് 2023 മെയ് വരെ കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത്. അത് വളരെ വേഗത്തിൽ തന്നെ ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ 2024
ഓഗസ്റ്റോ സെപ്റ്റംബർ വരെയൊക്കെ വളരെ വേഗത്തിൽ കൊണ്ടുവരാൻ കഴിയും. ഇനി അങ്ങോട്ട് ഈ പെൻഷൻ ആൾക്കാർ എണ്ണം മെയ് മാസത്തിൽ കഴിഞ്ഞു. ഇനി ജൂൺ മാസം കൊണ്ട് പെൻഷൻ ആവുന്നവരുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ ആ എണ്ണം വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു സെപ്റ്റംബർ ഒക്ടോബർ വരെയൊക്കെ ഒരു 2-3 മാസത്തിനുള്ളിൽ നമുക്ക് അവിടെ ഓടിയെത്താൻ പറ്റും. പിന്നെ 2024 മാർച്ച് ഏപ്രിൽ മെയ്യിലായിരിക്കും ഏറ്റവും കൂടുതൽ പെൻഷൻ വരുന്നത്. അത് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ പെൻഷൻ ആവുന്നവർക്ക് ഉടൻ തന്നെ ആനുകൂല്യം കിട്ടത്തക്ക രീതിയിൽ KSRTC എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ അവർക്ക് അവരുടെ PF മാർച്ച് വരെയാണ് ഈ പെൻഷൻ കൊടുത്തിരിക്കുന്നത്. മാർച്ച് ഏപ്രിൽ മെയ് കഴിയുമ്പോൾ എല്ലാം സ്പീഡാവും. പിന്നെ റിട്ടയർമെന്റ് ജീവനക്കാരുടെ PF ആനുകൂല്യങ്ങൾ 2023 മെയ് വരെയുള്ളത് കൊടുത്തു തീർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഏതാണ്ട് ഈ ഒരു വർഷം 91 കോടി രൂപ ഈ രണ്ടിനത്തിലുമായി 91,44 ലക്ഷം രൂപ KSRTC ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അവരുടെ ബാങ്കുകളിൽ എടുത്ത ലോണുകളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് 30,41 ലക്ഷം രൂപ കൊടുത്തു. ഇത് കൂടാതെ പ്രോവിഡന്റ് ഫണ്ട് എല്ലാം പ്രോംപ്റ്റായി വരികയാണ്. കാരണം എല്ലാം ഓർഡറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുറച്ച് സമയം കൂടെ കിട്ടുമ്പോഴേക്കും ഇതെല്ലാം പ്രോംപ്റ്റ് ആവും, അപ് ടു ഡേറ്റ് ആവും. ഇതെല്ലാം ഇത് KSRTC CMDയുടെ നേതൃത്വത്തിൽ എടുത്തിട്ടുള്ള ഒരു മാനേജ്മെന്റ് രംഗത്ത് എടുത്തിട്ടുള്ള വളരെ നല്ല ഒരു ശുഷ്കാന്തിയോടുള്ള പ്രവർത്തനം, ആ അടുക്കും ചിട്ടയോടുള്ള പ്രവർത്തനമാണ് KSRTC ഒരു പ്രത്യേക ഭരണ സംവിധാനത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. CMD എന്നോടൊപ്പം ഉണ്ട്. അദ്ദേഹം പ്രമോദ് ശങ്കർ വന്നതിന് ശേഷം അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യതയോടെ പെരുമാറിയതിന്റെ ഭാഗമായി നമുക്ക് ബാങ്കുകളുടെ ഞാൻ പറഞ്ഞല്ലോ, ബാങ്കുകളിൽ അടയ്ക്കാതാവുക, അതിന്റെ പേരിൽ അവരുടെ വീട്ടിലേക്ക് ജപ്തി വരിക, ഇങ്ങനെയുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ജീവനക്കാരുടെ പ്രശ്നമുണ്ട്. അതിന് തന്നെയാണ് 30 കോടി രൂപ അടച്ചു തീർത്തിരിക്കുന്നത്. 30 കോടി രൂപ ഏതാണ്ട് ഈ ഒരു വർഷത്തിനിടയിൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ച പണം പല സ്ഥലത്ത് പ്രോവിഡന്റ് ഫണ്ട് അടയ്ക്കാതിരുന്നതെല്ലാം അടച്ച വകയിൽ തന്നെ 262 കോടി രൂപ 262.94 കോടി രൂപ KSRTCക്ക് അടച്ചു തീർക്കാൻ കഴിഞ്ഞു ഈ ഒരു വർഷവും ഈ 2 മാസം. അടുത്ത കഴിഞ്ഞ അതായത് 1/1/2024 മുതൽ 31/1/2025 വരെ KSRTC എടുത്തിരിക്കുന്ന കണക്കനുസരിച്ച് 262.94 കോടി രൂപ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ അവരുടെ മുൻകാല കുടിശ്ശികകളും എല്ലാം അടച്ചു തീർക്കാൻ വേണ്ടി KSRTC നൽകിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രോംപ്റ്റായി വരും. ഇപ്പോൾ എനിക്ക് ജീവനക്കാരുടെ അഭ്യർത്ഥനയുള്ളത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, ഞാൻ മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ജീവനക്കാർക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കണം. അന്ന് 2-3 പീസായിട്ടാണ് കൊടുത്തത്. ഒരുമിച്ച് ശമ്പളം കൊടുക്കണം. 1-ാം തീയതി ശമ്പളം കൊടുക്കണം. ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ ആദ്യത്തെ ആഴ്ചയിലെങ്കിലും കൊടുക്കണമെന്ന് അദ്ദേഹം എന്നോട് നിർബന്ധമായി പറഞ്ഞിരുന്നു. അദ്ദേഹം ഏൽപ്പിച്ച ഒരു ചുമതല നിർവഹിക്കാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട്. ഭരണപക്ഷ പ്രതിപക്ഷമില്ല, വ്യത്യാസമില്ലാതെ എല്ലാവരും സന്തോഷിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. KSRTC ജീവനക്കാരെന്ന് പറയുന്ന KSRTC എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിന്റെ ഒരു ഭാഗമാണ്. പലരും പറയും പല പരിഷ്കാരങ്ങളും കൊണ്ടുവരുമ്പോൾ അതെല്ലാം പറയുന്നത് എന്താ, ശമ്പളം കൊടുക്കുന്നില്ല. ആ പ്രശ്നം തീർന്നു. 1-ാം തീയതി ശമ്പളം കൊടുക്കുക എന്നുള്ള സർക്കാരിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും ഞാൻ സൂചിപ്പിച്ചിരുന്നു. 1-ാം തീയതി ശമ്പളം കൊടുക്കാനുള്ള എല്ലാ നടപടിയും റെഡിയായി വരുന്നു. ഇത് പറയുമ്പോൾ ഞാൻ വെറുതെ പറയണമെന്ന് വിചാരിച്ചു. പക്ഷേ സന്തോഷത്തോടെ പറയട്ടെ, KSRTCയുടെ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും എല്ലാം സഹകരണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അകമഴിഞ്ഞ നിലയിൽ ധനകാര്യമന്ത്രി ഇക്കാര്യത്തിൽ വളരെ ആനുകൂല്യത്തോടെ ജീവനക്കാർക്ക് ആ കാര്യങ്ങളിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ധനകാര്യമന്ത്രി വളരെ നല്ല നിലയിൽ KSRTC സഹായിച്ചു. അതുകൊണ്ട് തന്നെയാണ് നമുക്കിത് ചെയ്യാൻ കഴിയുന്നത്. നമ്മളിനി കൃത്യമായി ശമ്പളം കൊടുക്കും. ഇതാണ് നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി 100 കോടി രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് എടുത്തിരിക്കുക. അതിപ്പോൾ ടൂർണമെന്റ് എടുത്തിരിക്കുക. എടുത്തതിൽ നിന്നും ഈ 80 കോടി രൂപ ശമ്പളം വരുന്ന പൈസ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ 21 അതൊരു മാനേജ്മെന്റ് ടെക്നിക്കാണെന്ന് ഞാൻ പറഞ്ഞത്. 20 സുതാര്യമായൊരു ടെക്നിക്കാണ്. കാരണം 10-ാം തീയതി 11-ാം തീയതി മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. 10-ാം തീയതി 11-ാം തീയതി KSRTC തരാനുള്ള പൈസ സർക്കാർ നൽകണം, ഖജനാവിൽ നൽകണം എന്നാണ് അദ്ദേഹം പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. 11-ാം തീയതിയും 20-ാം തീയതി 2 ഗഡുക്കളായി 50 കോടി രൂപ വരും. ഇപ്പൊ 80 കോടി എടുക്കുന്നതിൽ 50 കോടി ആ ദിവസങ്ങൾ വരും സർക്കാരിൽ. അതുകൂടാതെ KSRTC ദൈനംദിന വരുമാനം ഈ മാസം വളരെ കുറവാണ്. 6,40,00,000 രൂപയ്ക്ക് വരുന്നുള്ളൂ. കാരണം 9 കോടി വരെ പോയതാണ്. പക്ഷെ നമുക്ക് ചെലവ് കട്ടിയാണ് ഭയങ്കരമായിട്ട് നമ്മൾ. കാരണം മാർച്ച് മാസം പരീക്ഷ മാസമാണ്. ഈ മാസം ചൂടാണ്, മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ. അതുകൊണ്ട് ആളുകൾ പുറത്തിറങ്ങുന്ന കുറവാണ്.
പരീക്ഷാ മാസങ്ങളായതുകൊണ്ട് രക്ഷകർത്താക്കൾ യാത്ര കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വരുമാനത്തിൽ വലിയ ഇടിവാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിൽ പോലും കിട്ടുന്ന പണം അതിൽ 1,19,00,000 രൂപ KSRTC മുൻകാലങ്ങളെടുത്ത കടത്തിന്റെ ഭാഗമായി കൺസോർഷ്യത്തിൽ നിന്ന് അടയ്ക്കണം. ഡെയിലി 1,19,00,000 രൂപയാണ്. അത് 1,05,00,000 6 ലക്ഷമായിരുന്നു. അതിപ്പോൾ 19 ആക്കിയിട്ടുണ്ട്, വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു എഗ്രിമെന്റ് അങ്ങനെയാണ്. അപ്പം അത് കൊടുത്തു കഴിഞ്ഞ് കിട്ടുന്ന പണം മുഴുവൻ ഈ അക്കൗണ്ടിലേക്ക് ഇടും. അവിടെ നിന്നായിരിക്കും KSRTC മറ്റ് ചെലവുകൾക്ക്, ഇപ്പോൾ സ്പെയർ പാർട്സ്, ഓയിൽ, ഇതിനെല്ലാം പണം എടുക്കുന്നത് അതിൽ നിന്നായിരിക്കും. അത് ഫൈനാൻസ് ഓഫീസർ മിസ്റ്റർ ഷാജി അത് കൃത്യമായി അത് മാനേജ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കി. ഇതൊരു എസ്ക്രോ അക്കൗണ്ടല്ല. എസ്ക്രോ അക്കൗണ്ട് കൊടുക്കുന്ന വെച്ചാൽ ഇതിലേക്ക് പൈസ വരാം. എസ്ക്രോ അക്കൗണ്ടല്ല, ഇത് ഒരു ഓവർ ഡ്രാഫ്റ്റാണ്. ഈ ഓവർ ഡ്രാഫ്റ്റ് ഒരു 10-20 ദിവസം കൊണ്ട് നമ്മൾ നികത്തി കൊണ്ടുവരും. കൊണ്ടുവന്നു കഴിയുമ്പോൾ അടുത്ത 1-ാം തീയതി ആകുമ്പോൾ വീണ്ടും ഇതേ ഓവർ ഡ്രാഫ്റ്റ് ഉപയോഗിക്കും. അതെ, ഇന്ധന അക്കൗണ്ടല്ല, ഈ പൈസ എല്ലാം ഒരു അക്കൗണ്ടിൽ വരും. ഇനി മറ്റ് ബാങ്കുകളിൽ KSRTCക്ക് 148 അക്കൗണ്ട് ഉണ്ടായിരുന്നു പല ബാങ്കുകളിലേക്ക്. അതെല്ലാം അവസാനിപ്പിച്ചു. അതൊന്നും ഇനി ഉണ്ടാവില്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരൊറ്റ അക്കൗണ്ട് ആയിരിക്കും. ആ അക്കൗണ്ടിലേക്കായിരിക്കും KSRTC കിട്ടുന്ന കട വാടകയ്ക്ക് കൊടുക്കുന്നതും അങ്ങനെ എല്ലാ വരുമാനവും, ഏത് വരുമാനം കിട്ടിയാലും ഇതിലേക്ക് തന്നെ വരും. ഇതിലേക്ക് വരുമ്പോൾ ഈ ഓവർ ഡ്രാഫ്റ്റ് കുറച്ച് കൊണ്ടുവരും. അപ്പോൾ പലിശ കുറച്ച് കൊടുക്കേണ്ടി വരും. മാക്സിമം ഓവർ ഡ്രാഫ്റ്റ് കുറച്ച് നിർത്തുക എന്നുള്ളതാണ് CMDയുടെയും ഫൈനാൻസ് ഓഫീസറുടെയും ചുമതല. ഇത് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ഇനി മുതൽ ഒരു പൈസ പോലും KSRTC കയ്യിൽ വയ്ക്കുന്നില്ല. ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന വൈകിട്ട് 3:30 മണിക്ക് ബാങ്കിൽ പണം അടയ്ക്കും. അതുവരെയുള്ള കളക്ഷൻ. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 10:30 മണിക്ക് അടയ്ക്കും. ഇങ്ങനെ എത്രയും പെട്ടെന്ന് ബാങ്കിലേക്ക് പണം, കയ്യിലിരിക്കുന്ന പണം മുഴുവൻ എത്രയും പെട്ടെന്ന് ബാങ്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി വാടക എല്ലാം വാങ്ങുന്നത് ഓൺലൈനായിരിക്കും. വാടക എല്ലാം ഓൺലൈനായിട്ട് വാങ്ങി ആ നിമിഷം തന്നെ അക്കൗണ്ടിലേക്ക് വരും. അതെല്ലാം പരമാവധി നേരത്തെ തന്നെ ക്ലോസ് ചെയ്തു. ഈ അക്കൗണ്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ മന്ത്രിയായിട്ട് വന്നതിന് ശേഷം 158 അക്കൗണ്ട് ഉണ്ടെന്ന് CITU യൂണിയൻകാർ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തി ഞങ്ങൾ കണ്ടു പല ബാങ്കിലും ഒരു ഡെഡ് ആയിട്ട് അക്കൗണ്ട് കിടപ്പുണ്ട് വെറുതെ. അതെല്ലാം ക്ലോസ് ചെയ്യണം, മാക്സിമം ക്ലോസ് ചെയ്യും. ഇപ്പോൾ ഏതാണ്ട് എത്ര അക്കൗണ്ട്, ഇനി 31 അക്കൗണ്ടേ ബാക്കിയുള്ളൂ. അതും കൂടി എല്ലാം സ്റ്റേറ്റ് ബാങ്കിലേക്ക് ആക്കും. അല്ല, എസ്ക്രോ അക്കൗണ്ട് എന്ന് പറയുന്നത് വേറെയാണ്. എസ്ക്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിട്ടുന്ന പണം ഒരു പ്രത്യേക അക്കൗണ്ടിൽ ഇട്ടതിന് ശേഷം ബാങ്കിലേക്ക് വരുന്ന സിസ്റ്റമാണ്. അത് നിലവിലുണ്ട്. ഓൾറെഡി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഈ കൺസോർഷ്യത്തെ ലീഡ് ചെയ്യുന്നത്. ഈ ബാങ്കുകളുടെ കൺസോർഷ്യത്തെ ലീഡ് ചെയ്യുന്ന സ്റ്റേറ്റ് ബാങ്ക്. അപ്പോൾ അവരുടെ ഒരു അക്കൗണ്ടിലേക്കാണ് ഡിപ്പോകളിൽ നിന്നും എസ്ക്രോ അക്കൗണ്ടിലേക്ക് പൈസ വരും. സ്റ്റേറ്റ് ബാങ്കിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. പിന്നെ 10 ഡിപ്പോകളിലെ പൈസ മാത്രം നമ്മൾ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഈ പെൻഷൻ ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചു. അല്ല, ഓവർ ഡ്രാഫ്റ്റ് എല്ലാ മാസവും ഓവർ ഡ്രാഫ്റ്റ് കവർ ചെയ്ത് തന്നെ പോകും. കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ 100 കോടി കവർ ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ഡ്രാഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മറ്റൊരു അക്കൗണ്ട്, സ്റ്റേറ്റ് ബാങ്കിന്റെ തന്നെ മറ്റൊരു അക്കൗണ്ടിലേക്ക് പൈസ മാറും. അപ്പോൾ നമുക്ക് പലിശ ഇങ്ങോട്ട് കിട്ടും. മനസ്സിലായി? അങ്ങോട്ട് പലിശ കൊടുക്കുന്ന പോലെ ഇങ്ങോട്ട് പൈസ വരും. പലിശയുണ്ട്. പിന്നെ പലിശയുണ്ട്. KSRTCക്ക് ഇതിനകത്ത് ചെലവുണ്ട്. ഈ സംവിധാനം ചെയ്യുമ്പോൾ KSRTCക്ക് ചെലവുണ്ട്. എങ്കിലും ജീവനക്കാർക്ക് ഒരുമിച്ച് ശമ്പളം കിട്ടണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ KSRTCക്ക് അധിക ചെലവുണ്ട്. ആ അധിക ചെലവ് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇത് ചെയ്യുന്നത്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ചർച്ചയുടെ ഭാഗമായിട്ട് അങ്ങനെ വരണമല്ലോ. അങ്ങനെ വന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടമല്ലേ. ഇങ്ങനെ നഷ്ടപ്പെടണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ടിലേക്ക് വരണം. അല്ലെങ്കിൽ നമുക്ക് നഷ്ടമല്ലേ. നമ്മൾ വിവിധ അക്കൗണ്ടുകളിൽ പൈസ ഇട്ടാൽ ആ പൈസ എല്ലാം നമുക്ക് പലിശ കുറഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് ഒരു അക്കൗണ്ടിലേക്ക് വരണം എന്നുള്ളത് നമ്മൾ പ്ലാനാണ്. അതൊരു പ്ലാനാണ്. അധിക ചെലവ് ഇതിന്റെ ഇപ്പം എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. അതിന് ഇതിന്റെ ഓപ്പറേഷൻ അനുസരിച്ചാണ്. എത്ര പെട്ടെന്ന് ഇപ്പൊ 9 കോടി കളക്ഷൻ ഉണ്ടെന്ന് വയ്ക്കും ഒരു ദിവസം. ആ 9 കോടി കളക്ഷൻ ഉണ്ടെങ്കിൽ ആ 9 കോടി അക്കൗണ്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇത്രയും ചെലവ് വരില്ല. പക്ഷെ 6.5 കോടിയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് ചെലവ് വരില്ല. ഈ എത്രയും പെട്ടെന്ന് 80 കോടി എടുക്കുന്നു. 80 കോടി എത്രയും പെട്ടെന്ന് കുറച്ച് നിർത്തുന്നു. ഈ ഓവർ ഡ്രാഫ്റ്റ് എത്രയും കുറച്ച്, ഓപ്പറേഷൻ എത്ര കുറച്ച് നിന്നതനുസരിച്ച് പലിശ മാറും. അപ്പോൾ എല്ലാ മാസവും ഒരേ വേരിയേഷൻ ആയിരിക്കത്തില്ല. കളക്ഷൻ കൂടുന്ന മാസങ്ങളിൽ ഓവർ ഡ്രാഫ്റ്റ് വളരെ പെട്ടെന്ന് കവർ ചെയ്ത് മറ്റേ അക്കൗണ്ടിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അതിൻ്റെ ഒരു മാനേജ്മെന്റ് ആണ്. ഇതിനെ പലിശ കുറച്ച് നിർത്തുന്നത് ഇതിന്റെ ഒരു ഫൈനാൻസ് മാനേജ്മെന്റ് ആണ്. ഇതിൽ നിന്ന് തന്നെ എടുക്കും. ഈ ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിൽ നിന്ന് എടുക്കും. ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ. സ്പെയർ പാർട്സ് എല്ലാം എല്ലാ പൈസ ഇതിൽ വരും. ഓയിൽ അടക്കം എല്ലാ ചെലവും ഇതിൽ നിന്ന് പോകും. അപ്പോൾ ഇത് മിനിമം ഓപ്പറേഷനിൽ നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അല്ല, കേരള ബാങ്കിന്റെ റെഡിയായി വരാൻ താമസിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു SBയുടെ എടുക്കുന്നെങ്കിലും എടുത്തു. എന്നോട് അദ്ദേഹം ഇഷ്ടംപോലെ തീരുമാനം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഓരോ ഘട്ടങ്ങളിലും ഇത് പെടുത്തിയിരുന്നു.
അപ്പോൾ എസ് ബി ഐയുമായി സർക്കാർ ഡീൽ, എസ് ബി ഐയുമായും കാനറ ബാങ്കുമായിട്ടെല്ലാം സർക്കാരിന് നല്ല ഡീലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് എസ് ബി ഐന്ന് പെട്ടെന്ന് എടുക്കാം എന്നുള്ളതാണ്. കേരള ബാങ്ക് ഇപ്പോഴും റെഡിയാണ്. പക്ഷെ നമ്മൾ എസ് ബി ഐ അതിന് മുമ്പ് റെഡിയായി. എസ് ബി ഐയുടെ ഡയറക്ടർ ബോർഡ് കൂടി നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് തരാൻ വേണ്ടി ഓവർ ഡ്രാഫ്റ്റ് സാങ്ഷൻ ചെയ്തു. അപ്പോൾ അത്രയും വലിയൊരു ബാങ്ക് നമ്മളൊരു ആവശ്യപ്രകാരം അവർ സാങ്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് അത് തന്നെ എടുക്കാം എന്ന് തീരുമാനിക്കുക. ആ ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട് നമ്മുടെ. ആ പലിശ തന്നെയാണ്, സെയിം പലിശയാണ്. അന്ന് എടുത്തിരുന്ന അതേ റേറ്റിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. വ്യത്യാസമില്ല, അതേ റേറ്റിലാണ്. മാത്രമല്ല നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ പലിശയിൽ ഒരു ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിക്വസ്റ്റ് KSRTCയിലെ CMD SBI കൊടുത്തിട്ടുണ്ട്. അവരെ ബോർഡ് കൂടി പരിഗണിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് പലിശ കുറച്ച് കിട്ടാനുള്ള സാധ്യത. അത് ഈ ഓവർ ഡ്രാഫ്റ്റിൽ നിന്ന് ഓപ്പറേഷനിൽ വരുമല്ലോ, വന്നതിന് ശേഷം മാത്രമേ ആ പ്രോസസ്സ് നടക്കത്തുള്ളൂ. പലിശ എത്ര? 10.8 ആണ്. 10.8%. മുമ്പ് ഒരു 50 കോടി ഡ്രാഫ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നു. അതും ചില സമയങ്ങൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല. ശമ്പളം കൊടുക്കാൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ പലപ്പോഴും നമ്മൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് കൊടുക്കാനുള്ള പണം പിടിച്ചു വെച്ചിട്ട് ഒക്കെയാണ് നമ്മൾ ശമ്പളം കൊടുത്തുണ്ട്, ഒരുമിച്ച് ശമ്പളം കൊടുത്തുണ്ട്. ഇനിയിപ്പോൾ ആ ആവശ്യങ്ങൾ വരുന്നില്ല. എല്ലാ കളക്ഷനും ഇതിൽ തന്നെ വരും. അല്ലെ, നമ്മുടെ പെട്രോൾ പമ്പ് അടക്കം എല്ലാ കളക്ഷനും ഇല്ല. അങ്ങനെ ഇപ്പം നിർദ്ദേശമില്ല. ഇപ്പൊ ഓൾറെഡി SBIയിലാണ്. ഓൾമോസ്റ്റ് എല്ലാ അക്കൗണ്ടും SBI തന്നെ. ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ SBIയിലേക്കാണ് മാറ്റുന്നത്. കാരണം നമ്മളിപ്പം വളരെ എളുപ്പമാണ്. ഇപ്പം നമ്മൾ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ 5 മണിക്ക് മുമ്പ് ഈ പത്രസമ്മേളനം കഴിയുന്നതോടുകൂടി ഫൈനാൻസ് ഓഫീസറും CMDയും ഉണ്ട്. അവർ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ പണം അവരുടെ അക്കൗണ്ടിലേക്ക് വരും. അന്തരം കുറഞ്ഞു വരുന്നുണ്ട്. ചില ദിവസങ്ങളിൽ അന്തരം കവർ ചെയ്ത് 60 ലക്ഷം 70 ലക്ഷം ഒക്കെ ലാഭത്തിലേക്ക് കയറുന്നുണ്ട്. പക്ഷെ ഇനിയും KSRTCയിൽ ഒരുപാട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള സ്റ്റെപ്പ് എടുക്കാനുണ്ട്. അനാവശ്യമായ ചെലവുകൾ കുറയ്ക്കാൻ ഇന്ന് CMDക്ക് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടിയിട്ട് എല്ലാ മേഖലകളും എവിടെയൊക്കെയാണ് ചോർച്ചയുള്ളത് കംപ്ലീറ്റ് ആയിട്ട് കണ്ടുപിടിച്ച് കംപ്ലീറ്റ് അടയ്ക്കാൻ പോകും. കംപ്ലീറ്റ് അടയ്ക്കും. ഇന്നലെ തന്നെ നമ്മൾ ഈ ജീവനക്കാരുടെ വിന്യാസം വലിയൊരു പ്രശ്നമാണ്. ഇന്നലെ തന്നെ 102 കണ്ടക്ടർമാർ അതർ ഡ്യൂട്ടിയിൽ ഇരുന്നവരെ ഇന്നലെ വണ്ടിയിലേക്ക് വിട്ടു. ഒന്ന് ആലോചിക്കണം. അവർ കണ്ടക്ടറുടെ ശമ്പളം വാങ്ങുകയും കണ്ടക്ടറെ ജോലി ചെയ്യാൻ അറിയാവുന്നവർ, വണ്ടി കളക്ഷൻ നേടിക്കൊണ്ടുവരേണ്ട അവർ, ഫ്ലോർ മാനേജർ എന്നൊക്കെ പറഞ്ഞ് പല പോസ്റ്റിലും ഇങ്ങനെ KSRTCയിലെ പല ഡിപ്പോകളിൽ ചുമ്മാ ഇരിക്കുകയാണ്. അതായത് ഒരു ആരോഗ്യ പ്രശ്നമുള്ള ആളിന് ഒരു കസേര ഇട്ടിട്ട് വണ്ടി പോകുന്നതും വരുന്നതും എഴുതുന്ന ജോലിയാണ്. ഒരു ഉദാഹരണം പറയാം. വണ്ടി വന്നു, ഇന്ന നമ്പറിലെ വണ്ടി, കോട്ടയത്ത് നിന്ന് വന്ന വണ്ടി ഇപ്പം പ്രവേശിച്ചു രാവിലെ ഇത്ര മണിക്ക് പോയി എന്ന് എഴുതി വയ്ക്കുന്ന ജോലി. എന്തെങ്കിലും ഒരു ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ ക്യാൻസറോ അങ്ങനെ ലൈറ്റ് ഡ്യൂട്ടി കൊടുത്ത ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപിടി ആൾക്കാരുണ്ട്. അവർക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന ജോലി നല്ല ആരോഗ്യമായ ഒരു കണ്ടക്ടർ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നിയുകൊണ്ട് ഇന്നലെ തന്നെ 102 പേരെ സർവീസിലേക്ക് അയച്ചിട്ടുണ്ട്. ഡ്രൈവർമാരടക്കം. മെഡിക്കൽ ബോർഡ് അംഗീകരിക്കാത്ത ഒരാളെയും ഇനി ലൈറ്റ് ഡ്യൂട്ടിയിൽ ഇരുത്തില്ല. വേറെ ഒരു ശുപാർശയുമില്ല. മെഡിക്കൽ ബോർഡ് കർശനമായി പരിശോധിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അത് ഇത്ര മാസത്തേക്ക് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് ഇരുത്തേണ്ടതാണെങ്കിൽ അങ്ങനെയുള്ളവരെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇരുത്തും. കാശ് ടിക്കറ്റ് സെറ്റ് ചെയ്യുന്ന മെഷീൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നിടത്ത് കണ്ടക്ടർ ഇരിക്കേണ്ട കാര്യമില്ല, ഡ്രൈവർ ഇരിക്കേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് അത് ജീവനക്കാർക്കും ബോധ്യമുണ്ട്. ഇനി മേലാൽ KSRTCയിലെ സ്ഥലം മാറ്റം എന്ന് പറയുന്നത് CMDയുടെ നേതൃത്വത്തിൽ ഒരു വേക്കൻസി എടുത്തിട്ടുണ്ട്. ഒരു ഡിപ്പോയിൽ ഇപ്പം സംഭവിക്കുന്ന ഒരു ഉദാഹരണം പറയാം. ഒരാളൊരു ശുപാർശ പറയുന്ന ഒരു സ്ഥലം മാറ്റം കൊടുക്കും, തുറന്നങ്ങ് പറയണം. ആ സ്ഥലം മാറ്റം കൊടുക്കുമ്പോൾ 16 കണ്ടക്ടറുള്ള ഒരു ബസ് സ്റ്റേഷനിൽ ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് വണ്ടി ഓടിക്കാതിരിക്കുകയാണ്. അവിടത്തേക്കാണ് ഒരു ശുപാർശയുമായി ഒരാളെ സ്ഥലം മാറ്റി ഒരു കണ്ടക്ടർ കൂടി വരികയാണ്, 17ാമത്തെ ഒരു കണ്ടക്ടർ കൂടി വരികയാണ്. ഈ 17 പേർക്കും ജോലിയില്ല. ഒരു ഉദാഹരണത്തിന് ഒരു പമ്പ് ഓപ്പറേറ്റർ വേണ്ട സ്ഥലത്തേക്ക് ശുപാർശയിലൂടി സ്ഥലം മാറ്റം വാങ്ങിച്ച് 2 പമ്പ് ഓപ്പറേറ്റർ വരികയാണ്. അപ്പോൾ 3 ഒരു പമ്പേ ഉള്ളൂ, പക്ഷെ ഓപ്പറേറ്റ് ചെയ്യാൻ 3 പേരാണ്. ഇതിനി ഉണ്ടാവില്ല. അതുകൊണ്ട് CMDയുടെ നേതൃത്വത്തിൽ കണ്ടക്ടർ, ഡ്രൈവർ, മെക്കാനിക്കൽ ഈ കാറ്റഗറിയിൽ ഓൾറെഡി അതർ ഡ്യൂട്ടി എല്ലാം അവസാനിപ്പിച്ച് എല്ലാവരും തിരിച്ചു വരികയാണ്. LDF ഗവൺമെന്റിന്റെ പോളിസി തന്നെ അതർ ഡ്യൂട്ടി പാടില്ല എന്ന്. ഇവിടെ അതർ ഡ്യൂട്ടിയാണ് പലരും. എമർജൻസി ഉള്ള സ്ഥലങ്ങളിൽ ഒഴിച്ച് ഒരു സ്ഥലത്ത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല പൂർണ്ണമായിട്ട്. KSRTCയിലെ മീഡിയ മാനേജ് ചെയ്യുന്നത് കണ്ടക്ടർമാരാണ്. അവർ 3 പേരുണ്ട്, 4 പേരുണ്ട്. അവരെ നമ്മൾ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കും. കാരണം അവർ ചെയ്യുന്നത് വ്യത്യസ്തമായ മറ്റൊരു ജോലിയാണ്. അതിന് പുറത്തുനിന്ന് ഒരാളെ നിയമിച്ച് ചെയ്യിക്കാൻ പറ്റത്തില്ല. നേരത്തെ തന്നെ KSRTCയിലെ സോഷ്യൽ മീഡിയയും മറ്റ് മീഡിയ പ്രവർത്തനങ്ങളും മാനേജ് ചെയ്യാൻ വേണ്ടി അവരെ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അവർ ആ ഡ്യൂട്ടിയിലാണ്. അതല്ലാതെ ഈ പറഞ്ഞ ലൈറ്റ് ഡ്യൂട്ടിയിലൊന്നും ആരെയും കൊണ്ടിരിക്കുന്നത്. അത് ലൈറ്റ് ഡ്യൂട്ടി അല്ല, അതൊരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ്. KSRTCയിലെ എല്ലാ ഉദാഹരണം പറഞ്ഞാൽ പിന്നെ KSRTC CMDയെ ഓപ്പറേറ്റിംഗ് എക്സിക്യൂട്ടീവ് ഡയറക്ടറെ സഹായിക്കാൻ വേണ്ടി ഓപ്പറേഷൻ അറിയാവുന്ന കണ്ടക്ടേഴ്സിന് വെച്ചിട്ടുണ്ട്. അവരവിടെ ഉണ്ടാവും. അവരെന്തിനാ മാറ്റുന്നത്? അവരെ മാറ്റത്തില്ല. ഇത് പറയുമ്പോൾ അത് ചോദിക്കും,
അത് ചോദിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഉത്തരം പറഞ്ഞത് നേരത്തെ അഡ്വാൻസ് ആയിട്ട്. അറിയാതെ ചെയ്തതൊന്നുമല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്തത് തന്നെയാണ്. അറിഞ്ഞുകൊണ്ടല്ലാതെ ഇരിക്കില്ല. അത് കണ്ടക്ടർ മാത്രമല്ല, ഡ്രൈവർമാർ വെറുതെ ഇരിപ്പുണ്ട്. ഷണ്ടിങ് ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇരിക്കുകയാണ്. വെറുതെ ഷണ്ട് ചെയ്താണ് മൂന്നാറിലെ ഡബിൾ ഡക്കർ എടുത്തുകൊണ്ട് ഇടിച്ചത്. വെറുതെ വണ്ടി ഡബിൾ ഡക്കർ ഓടിക്കാൻ അറിയാത്തവർ ഷണ്ടിങ് ചെയ്താണ്. എന്തിനാണ് ഷണ്ട് ചെയ്യുന്നത്? അവിടെ കിടന്നോളൂല്ലോ. അത് മര്യാദയ്ക്ക് അവിടെ കിടന്ന വണ്ടിയാണ്. അതിനെ എടുത്ത് തൂക്കിക്കൊണ്ടുവന്ന് അതിനെ ഇടിച്ച് നശിപ്പിച്ച് 1.5 ലക്ഷം രൂപ ഒറ്റ ദിവസം, 1.5 ദിവസം 58 സീറ്റ് 58,000 രൂപയ്ക്ക് ആൾക്കാർ ഫുൾ സീറ്റ് ബുക്ക് ചെയ്തിരുന്ന ദിവസം ക്യാൻസലേഷൻ ആയില്ലേ? പക്ഷെ ഒരു ദിവസം കൊണ്ട് KSRTC MDയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ അവിടെ എത്തി. അവർ കണ്ണാടി മാറ്റി. ആ കണ്ണാടി എങ്ങാണ് ഇല്ലായിരുന്നെങ്കിൽ ആലോചിച്ചു, ബോംബെയിൽ നിന്ന് വരുത്ത കണ്ണാടിയാണ്, ഇല്ലായിരുന്നെങ്കിൽ ആലോചിച്ചു അവിടെ കിടക്കത്തില്ലേ? അത് ഇതാണ് സാധാരണ കണ്ടുവരുന്നത്. ആ കണ്ണാടി ഭാഗ്യത്തിന് ഒരെണ്ണം സ്പെയർ ഇരിപ്പുണ്ടായിരുന്നു, ഇരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അതവിടെ കിടന്ന് ഏത് പരിഷ്കാരം കൊണ്ടുവന്നാലും ചില ആളുകൾ ഇങ്ങനെയാണ്. അതൊന്നും നമുക്ക് പറ്റത്തില്ല. KSRTC ആത്മാർത്ഥയുടെ ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് 95%. അവരെ അധ്വാനത്തിൽ വെള്ളം കലർത്താൻ സമ്മതിക്കില്ല. ഒരു ദുർവ്യയവും മന്ത്രി എന്ന നിലയിലും CMD എന്ന നിലയിലും നമ്മൾ ഒരു ദുർവ്യയവും KSRTC അനുവദിക്കത്തില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ജീവനക്കാർ ആത്മാർത്ഥമാണ്. നിങ്ങൾക്ക് 1-ാം തീയതി ശമ്പളം തരിക, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക. ഇനി ചിലർ വരും, നമുക്ക് ശമ്പള വർധന സമരം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അത് തൽക്കാലം ഒന്നും പറ്റുന്ന കാര്യമല്ല. ഇത് കടം വാങ്ങിച്ചിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഈ കടം സർക്കാർ ഇത് ശമ്പളം 1-ാം തീയതി തരുന്നത്. അതും വീട്ടേണ്ട ചുമതല നമുക്ക് തന്നെയാണ്, സർക്കാരിന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ദേവി ഇത് പുതിയ പരിപാടികളുമായിട്ട് ആളുകൾ ഇറങ്ങും. കാരണം നമ്മൾ മറ്റേതാരെയും കണ്ടില്ല, 3ആയിട്ട് കൊടുത്തിട്ടും കണ്ടില്ല, ഒരുമിച്ച് കിട്ടാഞ്ഞിട്ടും കണ്ടില്ല. ഇനിയിപ്പോൾ ഇത് കിട്ടിയത് കൊണ്ട് രാവിലെ നാളെ മുതൽ ശമ്പള പരിഷ്കരണത്തിന് സമരം ചെയ്യാം എന്ന് പറഞ്ഞ് ചിലരൊക്കെ വരും. കാരണം റഫറൻഡം വരികയാണല്ലോ KSRTC. അപ്പോൾ അതൊന്നും കണ്ട് നിങ്ങൾ ഇറങ്ങരുത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി എനിക്ക് നൽകിയ നിർദ്ദേശം കൃത്യമായി പാലിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നിശ്ചയദാർഢ്യം. അതിന്റെ 625 കോടി രൂപയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി KTDFC എന്ന സ്ഥാപനത്തിൽ KSRTCക്ക് വേണ്ടി സർക്കാരിന് അടച്ചു കൊടുത്തത്. ഈ ആനുകൂല്യങ്ങളൊന്നും കൂടാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ 625 കോടി രൂപ ഞാൻ മന്ത്രിയെ വന്നതിന് ശേഷം ഈ ഒരു ശമ്പളം ഒരുമിച്ച് കൊടുക്കുന്ന പ്രപ്പോസൽ നടപ്പിലാക്കാൻ എന്താണ് അദ്ദേഹം ചെയ്യേണ്ടതെന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ 625 കോടിയുടെ ഒരു കടമാണ് KTDFC. അത് വീട്ടാനുള്ള സഹായം ചെയ്യണമെന്ന് അദ്ദേഹം നേരിട്ട് യോഗം വിളിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഖജനാവിൽ നിന്നും മാർച്ച് 31 മുമ്പ് തന്നെ അന്ന് KTDFCക്ക് പണം അടച്ചുകൊടുക്കും. KTDFCയുടെ നഷ്ടം അവസാനിപ്പിക്കുകയും ചെയ്തു. KTDFCയെ KSRTCയുമായുള്ള കൺസോർഷ്യത്തിൽ നിന്ന് പുറത്തേക്ക് മാറ്റി. അവരെ പുറത്തേക്ക് മാറ്റിയിട്ടാണ് കേരള ബാങ്കിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. കേരള ബാങ്ക് KSRTCയുടെ കടങ്ങൾ കുറെ ഏറ്റെടുത്തുകൊണ്ട് ഈ കൺസോർഷ്യത്തിന്റെ പാർട്ടായിട്ട് മാറും. KTDFCയുടെ സ്ഥാപനം ഇപ്പോൾ നഷ്ടമില്ലാതെ അങ്ങോട്ട് പോവുകയാണ്. അവർക്കാണ് ഈ ബസ് സ്റ്റേഷനിലെ കടകളൊക്കെ ഉള്ളത്. ഒന്നിനും വാടക വാങ്ങിക്കത്തില്ല, ഒന്നിനും വാടക പിരിക്കാൻ ആരും പോവുകയില്ല. എല്ലാവരും എയർ കണ്ടീഷൻ ചെയ്ത ഓഫീസാണ്, സുഖമായിട്ട് ഇരിക്കുകയാണ്. വാടക സൗകര്യം ഉണ്ടെങ്കിൽ തന്നാൽ മതി, തന്നാൽ വാങ്ങിക്കും എന്നുള്ളതായിരുന്നു നിലപാട്. ഇപ്പം അങ്ങനെയല്ല. ഫീസ് ഊരി തുടങ്ങി, വെള്ളം കട്ട് ചെയ്ത് തുടങ്ങി. ഇപ്പം 60 ലക്ഷം 70 ലക്ഷത്തിന്റെ കുടിശ്ശികയുള്ള ആളുകൾ കൊണ്ട് അടച്ചു തുടങ്ങി. അടച്ചാലേ ചില കുടിശ്ശിക ഗഡുക്കളാക്കി കൊടുക്കുന്നുണ്ട് CMD. അവർക്ക് മാത്രം ഒഴിച്ചാൽ ബാക്കി പണം അടയ്ക്കുന്നവർക്ക് ഗഡുക്കളാക്കി കൊടുക്കും. അല്ലാത്തവർ കൃത്യമായി വാടക തന്നേ പറ്റൂ. അതുപോലെ തന്നെ KSRTCയുടെ മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് KSRTC ഒഴിഞ്ഞു കിടക്കുന്ന കടകളും സ്ഥലങ്ങളും വാടകയ്ക്ക് കൊടുക്കണമെന്ന് എല്ലാ കാലത്തും പറയാറുണ്ട്. 6ഓളം ബസ് സ്റ്റേഷനുകൾ പത്തനംതിട്ട, ആലുവ, മൂവാറ്റുപുഴ, തൊടുപുഴ ഇങ്ങനെ തുടങ്ങി 6ഓളം ബസ് സ്റ്റേഷനുകൾ മുനിസിപ്പാലിറ്റി നമ്പർ ഇട്ട് തടാതെ കിടക്കുകയാണ്. കോടിക്കണക്കിന് രൂപ KSRTCക്ക് വരുമാനം കിട്ടേണ്ട ഈ സ്ഥാപനങ്ങൾ പണി കൃത്യമായി പൂർത്തിയാക്കാത്തതുകൊണ്ട്, സമയത്ത് പൂർത്തിയാക്കാത്തതുകൊണ്ട്, കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കാത്തതുകൊണ്ട് നമ്പർ ഇടാൻ കിടക്കുകയാണ്. ഈ അടുത്ത കാലത്ത് നമ്പർ കിട്ടിയ ഒരേ ഒരു കെട്ടിടം ഹരിപ്പാട് ബസ് സ്റ്റേഷൻ്റെയാണ്. മുനിസിപ്പാലിറ്റി നമ്പർ ഇട്ട് തന്നു. അതും ചില പ്രതിസന്ധികളോട് തരണം ചെയ്തു. ഈ 6 സ്ഥലങ്ങളും കെട്ടിട നിർമ്മാണ ചട്ടം പാലിക്കാതെ പണി തുടങ്ങി. കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ച് ഫയറിന്റെ സംവിധാനങ്ങൾ ചെയ്യേണ്ടിടത്ത് ഇല്ല, ഒരുക്കിയിട്ടില്ല. അത് പ്ലാനിലേ ഇല്ല. കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ച് STP വേണം, പ്ലാനിലേ ഇല്ല. അപ്പോൾ ഇതെല്ലാം ഇപ്പം നമ്മൾ ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഒരു നേട്ടം എന്ന് പറയുന്നത് തന്നെ ഒരു 9-ാം മാസത്തിനും ഈ 1-ാം മാസത്തിനും ഇടയിൽ KSRTCയുടെ മാസത്തെ വാടക വരുമാനത്തിൽ തന്നെയുണ്ട് 36-37 ലക്ഷം രൂപയുടെ വരുമാനമുണ്ടായി. നിങ്ങൾക്കറിയാം, തമ്പാനൂരൊക്കെ ഒഴിഞ്ഞു കിടന്ന സ്ഥലമെല്ലാം വാടക കൊടുക്കും. എല്ലാ ബസ് സ്റ്റേഷനും ഇപ്പം നമ്പറിട്ട ബസ് സ്റ്റേഷനെല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന മുഴുവൻ സ്ഥലങ്ങളും നമ്മൾ വാടകയ്ക്ക് കൊടുക്കാനുള്ളൊരു വളരെ അഗ്രസീവായിട്ടുള്ള, വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാണ്. പരമാവധി കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നമ്മൾ ഒരു 2-3 മാസത്തിനുള്ളിൽ വാടകയിലുണ്ടാകുന്ന വർധന പ്രതീക്ഷിക്കുന്നുണ്ട് 1 കോടി രൂപ അടുപ്പിച്ചു.
1 കോടി രൂപ നമ്മൾ പ്രതീക്ഷിക്കുക. വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം കൊടുക്കുക. KSRTCയുടെ ഒരു പ്രവർത്തനങ്ങളിൽ ഇതൊക്കെയാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കും. KSRTCയുടെ കംപ്ലൈന്റുകൾ അയക്കാനുള്ള ഒരു നമ്പർ, ഒരു ടോൾ ഫ്രീ നമ്പർ വരുന്നുണ്ട്. അത് ഒരു 1-2 ആഴ്ചക്കുള്ളിൽ നിലവിൽ വരും. 149 എന്ന നമ്പറാണ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് മിനിസ്ട്രി ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും നമ്മൾ അഭ്യർത്ഥിച്ച പ്രകാരം അനുവദിച്ചു തന്നിരിക്കുന്നത്. 149 എന്നുള്ള നമ്പറായിരിക്കും. അതിപ്പോൾ 2 ആഴ്ച കൊണ്ട് സിസ്റ്റമൊക്കെ ഒന്ന് റെഡിയാക്കണം. അതാണ് ഞാനങ്ങ് പറയുന്നുള്ളേ ഉള്ളൂ. അത് വരും. KSRTCയിലെ അത്യന്താധുനിക വാഹനങ്ങൾ, KSRTC എല്ലാ കാലവും ചെയ്തുകൊണ്ടിരുന്ന ഫ്ലീറ്റ് മോഡേണൈസേഷൻ ഫ്രം ദ ടോപ്പാണ്. അതായത് എയർ കണ്ടീഷൻ ബസ്സുകൾ, സൂപ്പർ ഫാസ്റ്റുകൾ, ഇങ്ങനെയാണ് വന്നത്. നമ്മളത് വാങ്ങുന്നതോടൊപ്പം ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള 15 വർഷം പഴക്കമുള്ള ഫ്ലീറ്റുകളും ഇതൊരുപാട് ഡീസൽ കുടിക്കുകയും നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മാനേജ്മെന്റിനുണ്ടാക്കുന്ന ഏറ്റവും വലിയ മാറ്റം സൂപ്പർ ഫാസ്റ്റുകൾ, ഹയർ ക്ലാസ് ബസ്സുകൾ വാങ്ങുന്നതോടൊപ്പം ഗ്രാമപ്രദേശങ്ങളിൽ ഓടുന്ന ഗ്രാമീണ വാഹനങ്ങൾ, ഈ വേണാട് പോലുള്ള വണ്ടികളെല്ലാം പുതിയതാക്കി മാറ്റാം. പുതിയ വണ്ടി വാങ്ങിക്കുക. 4 സിലിണ്ടറുള്ള നീളം കുറഞ്ഞതും നീളം കൂടിയതുമായ കമ്പനികളുടെ പുതിയ കൂടുതൽ മൈലേജ് നൽകുന്ന, ഒരു 7-8 കിലോമീറ്റർ വരെ മൈലേജ് നൽകുന്ന വണ്ടികൾ വാങ്ങാൻ തീരുമാനിക്കുകയും ഓർഡർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. AC അല്ലേ, നോൺ AC. അതായത് ലൈലൻഡിന്റെ ചെറിയ വണ്ടി 27 എണ്ണം ഓർഡർ ചെയ്തു. അതായത് ആദ്യത്തെ പ്രാഥമിക ഓർഡറാണ്. നമ്മളെ കണക്കനുസരിച്ച് 150 വണ്ടിയാണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ 27 വണ്ടിക്ക് ഓർഡർ ചെയ്തവർ ബിൽഡിംഗ് തുടങ്ങുകയാണ്. പിന്നുള്ളത് 9 മീറ്ററിന്റെ ഐഷർ കമ്പനിയാണ് ലോവസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അവർക്ക് 10 വണ്ടിയാണ് ഇപ്പോൾ ഓർഡർ കൊടുത്തിരിക്കുന്നത്. ബാക്കി വണ്ടി, അതായത് കുറച്ച് ചെറിയ വണ്ടി, ഇത് 2 4 സിലിണ്ടറാണ് ഈ വണ്ടികൾ. പിന്നെ ടാറ്റയുടെ സൂപ്പർ ഫാസ്റ്റ് ഇനത്തിൽ സൂപ്പർ ഫാസ്റ്റ് 60 എണ്ണവും ഫാസ്റ്റ് 20 എണ്ണവും ടാറ്റയാണ് ലോവസ്റ്റ് ആയിട്ട് കൂട്ടിയിരിക്കുന്നത്. അവർക്കാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. പിന്നെയുള്ള എയർ കണ്ടീഷൻ ബസ്സുകളാണ്. എയർ കണ്ടീഷൻ സ്ലീപ്പർ ബസ്സുകൾ 8 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുൾ സ്ലീപ്പർ, ഏറ്റവും അത്യന്താധുനിക സൗകര്യം, അതായത് ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ബസ്സായിരിക്കും വരാനുള്ളത്. എയർ കണ്ടീഷനാണ്. പിന്നെ 8 എണ്ണം സ്ലീപ്പർ കം സ്ലീപ്പർ കൊണ്ട് സീറ്റുണ്ട്. സ്ലീപ്പർ കം സീറ്റാണ്, ഹൈബ്രിഡ് എന്ന് പറയുന്ന സാധനം. പിന്നെ അത് 10 എണ്ണം വരുന്നു. 8 എണ്ണം സെമി സീറ്റർ മാത്രമായിട്ട്. സീറ്ററിന് ഏറ്റവും ഡിമാൻഡ് ഉള്ളത് സ്ലീപ്പറിനാണ്. അതുകൊണ്ടാണ് സ്ലീപ്പർ കൂടുതൽ ഓർഡർ ചെയ്യുന്നത്. പക്ഷേ ഇതല്ല നമ്പർ, ഏതാണ്ട് 36 വണ്ടി ആ ഇനത്തിൽ തന്നെ. കാരണം നമ്മൾ ഈ പറയുന്ന പല സ്കാനിയ പോലുള്ള വണ്ടികൾ പല സ്ഥലത്തും പോയി കിടക്കുകയാണ്. പാർട്സും കിട്ടാനില്ല, റിപ്പയർ ചെയ്യാനും ഭയങ്കര ചിലവാണ്, ഭയങ്കര വിലയാണ് പാർട്സിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത്തരം ഫ്ലീറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലോ ഫ്ലോർ AC വണ്ടികളുണ്ടായിരുന്നു. നല്ല ഡിമാൻഡുള്ള വണ്ടികളാണ്, പക്ഷെ മൈലേജൊക്കെ കുറവാണ്. ആ വണ്ടിക്ക് എന്നും ഡിഫക്റ്റാണ്, ഒരുപാട് കുഴപ്പങ്ങളാണ്. അതിലൊരു 24 വണ്ടികൾ ഗാരേജിലേക്ക് പിടിച്ചിട്ടുണ്ട്. അത് പണിതതിന് ശേഷം എല്ലാ പാർട്സും മാറ്റി പുതിയതാക്കി നല്ല റീഫർണിഷ് ചെയ്ത് സീറ്റൊക്കെ മാറ്റി ഉട്ടപ്പനാക്കി ഇറക്കാനുള്ള പരിപാടിയാണ്. എല്ലാ ദിവസവും ക്യാൻസലേഷനും വഴി കിടപ്പുമാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി അതെല്ലാം നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഓരോന്നോരോന്നായിട്ട് പുറത്ത് വരും. അടുത്ത ഘട്ടം ഘട്ടമായി അത് മുഴുവൻ വണ്ടികളും അകത്ത് പിടിച്ച് 24 വണ്ടി ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. നമ്മൾ 24 വണ്ടി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പാർട്സ് കിട്ടാനില്ല, അതാണ് വേറെ പ്രശ്നം. ഇതിൻ്റെ ഒന്നും ഈ വില കൂടിയ വണ്ടികളിലൊന്നും പാർട്സ് കിട്ടാനില്ല. ഞാൻ വളരെ വിഷമിക്കുകയാണ്. എന്നാലും പാർട്സൊക്കെ സംഘടിപ്പിച്ച് നമ്മൾ ഇറക്കും. ഇതാണ് നമ്മൾ സെമി സ്ലീപ്പർ എല്ലാം കൂടെ ചേർത്ത് 36 പ്ലാൻ ചെയ്തേക്കുന്നത്, ടെൻഡർ ചെയ്തേക്കുന്നത്. അതിലിപ്പം സ്ലീപ്പർ 8 വരുന്നു അല്ലേ? സ്ലീപ്പർ 8, സീറ്റർ 8, സ്ലീപ്പർ കം സീറ്റുള്ള 10 എണ്ണം. അതിപ്പം ഓർഡർ കൊടുത്തേക്കുന്നത്. ഓർഡർ കൊടുത്ത 143 ബസ്സുകളാണ്. പുതിയ മന്ത്രിയുടെ ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്ന 107 കോടി രൂപ. അത് ഏപ്രിൽ മാസത്തിൽ തന്നെ, തുടക്കത്തിൽ തന്നെ, വർഷം ആദ്യം തന്നെ റിലീസ് ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, KSRTCയുടെ ബിൽഡിങ്ങുകളുടെ കൺസ്ട്രക്ഷൻ മുഴുവൻ എല്ലാവരും മനസ്സിലാക്കണം, മുഴുവൻ PWD ബിൽഡിങ്സിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ചങ്ങനാശ്ശേരിയിൽ പുതിയ ബിൽഡിങ്ങിന് കല്ലിട്ട് കഴിഞ്ഞു, അത് പണി തുടങ്ങുന്നതായിരിക്കും. ചെങ്ങന്നൂരെ ബിൽഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ചു മാറ്റി, കായംകുളത്തെ ബിൽഡിംഗ് പൊളിച്ചു മാറ്റി പുതിയ ബന്ധനത്തിനുള്ള ഡിസൈൻ. ഇതിന്റെ ചെങ്ങന്നൂര്, കായംകുളം, കൊട്ടാരക്കര, കൊല്ലം, ആറ്റിങ്ങൽ, ഇവിടെ എല്ലാം പുതിയ ബിൽഡിങ്ങുകൾ വരാൻ പോകണം. ഇതിന്റെ എല്ലാം ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. ഇത് പലതിനും ഭരണാനുമതി കിട്ടിയിട്ടുണ്ട്. ഇനി സാങ്കേതിക കാര്യങ്ങൾ മാത്രം 2-3 മാസത്തിനുള്ളിൽ ഈ ബിൽഡിങ്ങുകളുടെ എല്ലാം ടെൻഡർ പ്രോസസ്സിന് സമയമെടുക്കും, നിർമ്മാണം തുടങ്ങാൻ പറ്റും.
അത് വലിയൊരു നേട്ടമായിരിക്കും. മലപ്പുറത്തിൽ മെയ് മാസത്തിൽ അതുപോലെ നമ്പർ കിട്ടാൻ കിടക്കുകയാണ്. പകുതി നമ്പർ കിട്ടി, പകുതി കിട്ടിയിട്ടില്ല. അത് ഫിനിഷ് ചെയ്തുകൊണ്ട് മെയ് മാസത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് നമ്പർ ഇടും കേട്ടോ. കോതമംഗലം റെഡി വരുന്നുണ്ട്. ഇതൊക്കെ നമ്പർ ഇടും. ഇനി നമ്പർ ഇടാതെ പോവില്ല. നമ്പർ ഇട്ടിട്ടേ ഉദ്ഘാടനം ചെയ്യൂ. നമ്പർ ഇടാതെ ഉദ്ഘാടനം ചെയ്യില്ല മന്ത്രി, ഉറപ്പായിട്ടും പറയാം. നമ്പർ ഇട്ടിട്ടേ ഉദ്ഘാടനം ചെയ്യും. കാരണം ഈ സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കി, ശമ്പളം വേണമെങ്കിൽ ഒരു ജാടയ്ക്ക് വേണ്ടി കഴിഞ്ഞ മാസം വേണമെങ്കിൽ ഒപ്പിക്കാം. പക്ഷെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു കൊടുക്കാൻ ഗവൺമെന്റിന് പറ്റത്തില്ല. ഒരു ഗവൺമെന്റിന്റെ ആളെന്നുള്ള നിലയിൽ, ഇടതുപക്ഷ സർക്കാരിന്റെ മന്ത്രി എന്ന നിലയിൽ ഞാൻ അവരോട് ഒരുപാട് ഘട്ടം, ഒരു 10-15 ഘട്ടമെങ്കിലും സംസാരിച്ചതാണ്. കാരണം നാളെ ഈ മന്ത്രിമാറും ഉദ്യോഗസ്ഥർ മാറും ഇല്ലല്ലോ, അന്ന് ഈ സാധനം അന്നത്തെ മാനേജ്മെന്റിന് ഒരു തലവേനയായിട്ട് മാറാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് രാജ്യദ്രോഹമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് KSRTCക്ക് ഒരു തരത്തിലും പോറലേൽക്കാത്ത തരത്തിലുള്ള ഒരു ചർച്ചയും ഒരു എഗ്രിമെന്റിലുമാണ് ഈ കാര്യത്തിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ KSRTCക്ക് വേണ്ടി യാതൊരു തിങ്കിങ്ങും ഇല്ലാതെ, യാതൊരു ഹോംവർക്കും ചെയ്യാതെ ചാടി വീണ് ഒരു 1-ാം തീയതി ശമ്പളം കൊടുത്ത് എന്ന് പറഞ്ഞൊരു കയ്യടി വാങ്ങാൻ വേണ്ടി ചെയ്യുന്നതല്ല. കൂലങ്കഷമായി ചർച്ച ചെയ്ത് ഈ 2 ദിവസം മുമ്പ് ആ ചർച്ച അലസിപ്പോയതാണ്. പിന്നെയും അത് ശരിയായതാണ്. എപ്പോഴും നമ്മുടെ സ്ഥാപനത്തിന് വളരെ എളുപ്പത്തിൽ സാധിക്കും ഏത് കാര്യവും. പക്ഷെ നമ്മുടെ KSRTC സ്ഥാപനത്തിന് ഇനി ഇതുകൊണ്ടൊരു തലവേദന ഉണ്ടാകും. നമുക്ക് പണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെ എത്രയും പെട്ടെന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള സൗകര്യം വരെ ഉണ്ട്. പണം വരണം, നമുക്ക് പണം വന്നാൽ. അതുകൊണ്ട് ജീവനക്കാർ ഇനി ശമ്പളം 1-ാം തീയതി തരികയാണ്. ഒറ്റക്കെട്ടായിട്ട് വർക്ക് ചെയ്യുക. ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ എനിക്ക് ജീവനക്കാരോട്, ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കുക. CMD ഉണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, മന്ത്രിയുണ്ട്, ഞങ്ങളെല്ലാം ഗവൺമെന്റിന്റെ കൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കൂ. LDF ഗവൺമെന്റ് എല്ലാ പിന്തുണയും നമുക്കുണ്ട്. അത് സ്വീകരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് ഈ പ്രസ്ഥാനത്തെ നിലനിർത്താം. അത് നിലനിർത്തേണ്ട ആവശ്യം എന്ന് പറയുന്നത് 1-ാമത്തെ ആവശ്യം ജീവനക്കാർക്കാണ്. 2-ാമത്തെ ആവശ്യം KSRTC സ്നേഹിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കാണ്. ഒരു പൊതുഗതാഗതം എന്ന നിലയിൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ ഗതാഗത സംവിധാനങ്ങൾക്കാൾ മുന്നിൽ കയറാൻ കഴിയും എന്ന് ഞാൻ ഉറപ്പു പറയുന്നു. കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ കൊണ്ടുവന്ന പുതിയ പരിഷ്കാരങ്ങൾക്ക് KSRTCയുടെ CMD 2 അവാർഡുകൾ ഡൽഹിയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞു. ഈ ആഴ്ചയിൽ 1 ലക്ഷം രൂപ ക്യാഷ് അവാർഡ് കൂടിയുള്ളൊരു അവാർഡ് അദ്ദേഹം ശനിയാഴ്ച ഏറ്റുവാങ്ങും. കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾക്കാണ്. 3 മാസത്തിനുള്ളിൽ കമ്പ്യൂട്ടറൈസേഷൻ പൂർത്തിയാവും. MLA ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ KSRTC ഫണ്ട് ഉപയോഗിക്കാതെ കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിലെ MLA തന്നിട്ടുള്ളത്. അപ്പോൾ കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ 5 ദിവസത്തിൽ കൂടുതൽ ഫയൽ വെച്ചുകൊണ്ടിരിക്കുന്നാൽ അവിടെ നിന്ന് തെറിക്കും എന്ന് പറയില്ലേ, അത് വരും. എല്ലാ ഓഫീസും കമ്പ്യൂട്ടറൈസ് ചെയ്യും. പുതിയ ആപ്പ് വരെയാണ്, പുതിയ ടിക്കറ്റ് മെഷീൻ വരെയാണ് ആൻഡ്രോയിഡ് ബേസ്ഡ് ആയിട്ടുള്ള. അതിലൂടെ നിങ്ങൾക്ക് എല്ലാ യാത്രകളും നേരത്തെ ഫിക്സ് ചെയ്യാം, നേരത്തെ കാണാൻ പറ്റും. ബസ് വരുന്നൊക്കെ കാണാൻ പറ്റും. ഇനി അങ്ങോട്ട് പഴയ പോലെയല്ല. നിങ്ങൾ വേറെ അപകടം എന്ന് പറയും KSRTCയുടെ ഈ പരസ്യം. ഞാൻ ഉദാഹരണം പറയാം, ഒരു പരാതി ഞാൻ പറയുക, ജനങ്ങൾ കേൾക്കണം. ഇതാരാണ് ഇത് നശിപ്പിക്കുന്നത്? ഈ പരസ്യമൊക്കെ പിടിക്കുന്ന ചില കുത്തകളുണ്ട്. ഈ വണ്ടിയുടെ പുറത്തെ പരസ്യമൊക്കെ ഉണ്ട്. ഇവർ സ്ഥിരമായി കോടതിയിൽ ചെന്ന് തെറ്റിദ്ധരിച്ച് കേസ് കൊടുക്കാൻ, കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ ഒരു ഉണ്ടാക്കുക. ഇവർ തമ്മിലുള്ള മത്സരമാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവരുണ്ടാക്കുന്ന കുഴപ്പങ്ങളുടെ പേരിൽ നമുക്കൊരു 10-40 കോടി രൂപയെങ്കിലും ഒരു 3-4 വർഷം കൊണ്ട് നഷ്ടം വരുന്നു. കിട്ടേണ്ട പണം കിട്ടാതെ പോയി. ഇത്തരം ദ്രോഹങ്ങൾ, കച്ചവടക്കാർ നടത്തുന്ന ഇത്തരം ദ്രോഹം, അത് നിർത്തുക. അതിനെ ശക്തമായി നേരിടുകയാണ്. 10 ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ല. ബഹുമാനപ്പെട്ട കോടതിയെ സത്യസന്ധമായി കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഇവരെ എല്ലാം പൊളിക്കുക. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ, കടവാട കൊടുക്കുന്ന കാര്യത്തിൽ, പരസ്യം കൊടുക്കുന്ന കാര്യത്തിൽ, എല്ലാ സ്ഥലത്തും ഇതുപോലെ വ്യവഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് KSRTC നശിപ്പിക്കാൻ തുടങ്ങി. ഇത് ശക്തമായി എത്ര സീനിയർ അഡ്വക്കേറ്റിനെ കൊണ്ടുവന്നാലും കോടതി മുമ്പാകെ സത്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇത്തരം ആളുകളെ പൊളിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ നേരിട്ട് തന്നെ അതിന്റെ മേൽനോട്ടം. ഇത്തരം സ്ഥിരം വ്യവഹാരികൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുകയാണ് പലപ്പോഴും. അതൊന്നും ശരിയുള്ള കാര്യങ്ങളല്ല. അതിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ പുറകോട്ട് പോകണം. ആ കളി ഈ സർക്കാരിനോട് നടക്കത്തില്ലെന്ന് മാത്രമേ പറയാൻ. ആ കളിയൊന്നും നടക്കത്തില്ല. MC റോഡിലേക്ക് ഓടി. പക്ഷെ MC റോഡിലേക്ക് ഭയങ്കര തിരക്കാണ്. ഇനിയിപ്പോൾ വേറെ പിന്നെ അതെ അത്രയും അത് വന്നിട്ട് ആ വണ്ടിയുടെയൊക്കെ പാർട്സ് അടിച്ചങ്ങ് പോവുകയാണ്. വഴി കിടക്കുകയും ഭയങ്കര പ്രശ്നമാണ്. വണ്ടി
ഈ റോഡ് പണിയുടെ കാര്യത്തിൽ അങ്ങോട്ട് നമ്മൾ ചേർത്തലയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വണ്ടി തകർച്ചയെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പ്ലേറ്റാണ് ഒരു ദിവസം ഓടിയെന്നറിയാം. സൂപ്പർ ഫാസ്റ്റിൻ്റെ ചെറപറാന്ന് ഒടിഞ്ഞു പോവുകയാണ് ഇങ്ങനെ. വണ്ടിയൊക്കെ വരും, റോഡൊക്കെ ശരിയാവില്ല, ഒന്നും പോവില്ല. ഇതിനെക്കാരും നല്ല വണ്ടി വരും. പിന്നെ എന്തിനു പേടിക്കുന്നത്? ഇതിനെക്കാരും നല്ല വണ്ടി വരും. അതുകൊണ്ട് ആ സ്നേഹം എനിക്ക് മനസ്സിലായി. വാർത്ത ഞാൻ കണ്ടു. പക്ഷെ സത്യം കൂടി പറഞ്ഞു. റോഡ് പണിയാണ് വില്ലനായ എന്നുള്ള സത്യം കൂടി പറഞ്ഞതിൽ എനിക്ക് സന്തോഷം. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കാര്യം ചോദിക്കുമ്പോൾ സത്യസന്ധമായ മറുപടി കിട്ടും. വണ്ടിയുടെ പ്രശ്നം ഇതാണ്, ഞാനൊന്ന് പഠിച്ചിട്ട് വണ്ടി ഡാമേജ് ഇല്ലാതെ കൊണ്ടുപോകാൻ അവിടെ ചെല്ലുമ്പോൾ തിരിഞ്ഞു പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. ചേർത്തല ചെന്നിട്ട് ഈ പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊന്ന് മാറി ഓടാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ഓഫൻഡായിട്ട് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ചില പ്ലാൻ നമ്മൾ ചെയ്തിരുന്നു. ചേർത്തലയിൽ നിന്ന് തിരിഞ്ഞിട്ട് അങ്ങ് അരൂരപ്പുറത്ത് പോയി ഇറങ്ങത്തക്ക രീതിയിൽ റോഡുണ്ട് പാരലായിട്ട്. അതുവഴി പോകാൻ പറ്റുന്ന വണ്ടിയാണെങ്കിൽ നോക്കാം. ഒന്നാമത് കളക്ഷൻ ഇവിടുന്ന് എറണാകുളം വരെ കളക്ഷൻ കുറയുന്നു. അതാണ് അതിന്റെ കാരണം എന്താണെന്നറിയാം. ഇപ്പോൾ വണ്ടി കയറിയുന്ന ഇവിടുന്ന് എറണാകുളത്ത് എത്തുമ്പോൾ ഒരു ഷെഡ്യൂൾ ചെയ്യാണ്. 4:30 മണിക്ക് എറണാകുളത്ത് എത്തുമെന്ന് പറയുന്ന വണ്ടി റോഡ് പണി നടക്കുന്നുണ്ട് എത്തുന്നത് 6:30 മണിക്കൊക്കെയാണ്. 2 മണിക്കൂറൊക്കെയാണ് ലേറ്റ് ആവുന്നത്. ഈ 2 മണിക്കൂർ ലേറ്റ് ആകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ ബുക്ക് ചെയ്തിട്ട് കാത്തു നിൽക്കുന്നവരുണ്ട്. അവർ കയറി വേറെ വണ്ടി കയറി പോയി. അതായത് 4:30 എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന വണ്ടി ബുക്ക് ചെയ്തിരിക്കുകയാണ് ഞാൻ. 6:30 ആയിട്ടും വണ്ടി കണ്ടില്ലെങ്കിൽ ഞാൻ വേറെ വണ്ടി കയറി പോകും. അത് പിന്നെ ക്യാൻസലേഷനായി, അവരെ പൈസ തിരിച്ചു കൊടുക്കലായി. അതുകൊണ്ടാണ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ കാര്യം. അല്ലെങ്കിൽ റോഡ് പണി വല്ലാതെ 1.5 മണിക്കൂറൊക്കെ വണ്ടി ഡിലേ ചെയ്യുകയാണ്. ഇപ്പോൾ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് AC വണ്ടി വന്നു. അതെല്ലാം MC റോഡിലാണ് ഓടുന്നത്. കാരണം ഹൈവേയിൽ ഓടിക്കണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ലോ, അത് തൊലഞ്ഞു പോകും. അതൊരു നല്ല സക്സസ് അല്ലേ. ഒരു വണ്ടി ഒരു ദിവസം 10,000 രൂപ ശരാശരി ലാഭം ഉണ്ടാകും, എല്ലാ ചെലവും പോയിട്ട്. ആ വണ്ടിക്ക് മൈലേജ് കൂടുതലാണ്. ഒരു സാധാരണ ബസ്സിന് 2.5-3 കിലോമീറ്റർ കിട്ടുന്ന സമയത്ത് 5.7 കിലോമീറ്ററാണ് അതിന്റെ മൈലേജ്. മെയിൻ്റനൻസ് ഇല്ല വണ്ടി 67 ഒരേ ഒരു വണ്ടിക്ക് മാത്രമാണ് ബ്രേക്ക് ലൈനർ മാറ്റിയത്. 67,000 കിലോമീറ്റർ ആകും, 70,000 കിലോമീറ്റർ. ടയർ മാറ്റിയത് 2 വണ്ടികൾക്ക് മാത്രമേ. ബാക്കി വണ്ടികൾ 70,000 കിലോമീറ്റർ ആയിട്ടും അതേ ടയറിലൂടെയാണ്. അപ്പോൾ എന്താണ് ലാഭം എന്ന് ആലോചിക്കുക. നമ്മളെ മറ്റു വണ്ടികളെക്കാൾ മെയിൻ്റനൻസ് കോസ്റ്റ് കുറഞ്ഞ വണ്ടികൾ വാങ്ങാന്നുള്ള ലക്ഷ്യം. ആ വണ്ടി എല്ലാ ദിവസവും ഫുള്ളായിട്ടാണ് പോകുന്നത്. ഒരു ദിവസം ശരാശരി ഒരു വണ്ടിക്ക് 10,000 രൂപ ലാഭം, എല്ലാ ചെലവും പോയിട്ട് ലാഭം. അപ്പം പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് സംവിധാനം ഒരു സക്സസ് ആണ്. ഇനി ഞങ്ങൾ വേറൊരു അത്ഭുതം കുറച്ച് ദിവസം കഴിഞ്ഞ് പ്രഖ്യാപിക്കാം. വേറെ അത്ഭുതം വരുന്നുണ്ട്. ഇന്നത് മതി, വേറെ അത്ഭുതങ്ങൾ വരുന്നുണ്ട്. അത് അടുത്ത ആഴ്ച അത് നടപ്പിൽ വരുത്തി കാണിച്ചു തരാം. ഡ്രൈവിംഗ് സ്കൂളും സക്സസ് ആയി, ലാഭത്തിലായി. 13 ഡ്രൈവിംഗ് സ്കൂളാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ 21 ആയി, അല്ലേ 21 മാറുകയാണ്. കാരണം വണ്ടി വാങ്ങിച്ചപ്പോൾ 2 കാറുകളുടെ ആവശ്യമില്ല, ഒരു കാർ മതി തൽക്കാലം. അപ്പോൾ ആ കാറെല്ലാം വെച്ചുകൊണ്ട് മറ്റേ മണ്ഡലങ്ങളിലെല്ലാം കൊടുക്കുകയാണ്. എല്ലാ സ്ഥലത്തും MLA മാർ ഉദ്ഘാടനം ചെയ്യാൻ അവരുടെ നിർദ്ദേശം കൊടുക്കുന്നു. അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്ര 8 തുടങ്ങിയത്? 10 തുടങ്ങി. നല്ല ലൈസൻസ് ഉണ്ടാവും, അവിടെ നല്ല വിജയം ഉണ്ടാവുന്നുണ്ട്. 81% KSRTC ഡ്രൈവിംഗ് സ്കൂളിലെ വിജയ ശതമാനം. കേരളത്തിലെ ടോട്ടൽ ഡ്രൈവിംഗ് ടെസ്റ്റിലെ വിജയ ശതമാനം 48. പക്ഷെ KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കുന്നതിൽ 83-84% കുട്ടികൾ ആദ്യ ടെസ്റ്റിൽ തന്നെ വിജയിക്കുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും സന്തോഷം, നിങ്ങൾക്ക് സന്തോഷം, എനിക്ക് സന്തോഷം, KSRTC ജീവനക്കാർക്ക് സന്തോഷം. അതെ, പറഞ്ഞ കണക്കുള്ള സമരങ്ങൾ വരും ദിവസങ്ങളിൽ.